പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, പ്രിയ സഹോദരി സഹോദര, നിങ്ങളുടെ കുലമോ ഗോത്രമോ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ സൗന്ദര്യമോ ക്വാളിഫിക്കേഷനോ ഒന്നും ദൈവം നോക്കത്തില്ല. രക്തസ്രാവമുള്ള സ്ത്രീയെ കർത്താവ് ഒന്നും നോക്കിയില്ല. അവൾ യഹൂദന്മാരടുത്ത് ചെല്ലുന്ന നിക്ഷിപ്തമായിരുന്നു. എന്നാലും ദൈവം അതൊന്നും നോക്കാതെ വണ്ണം അവളെ സൗഖ്യമാക്കിയ ദൈവത്തെയാണ് നാം പിന്തുടരുന്നത്. താങ്കളുടെ മക്കൾക്ക് പഠിക്കാൻ ബുദ്ധിയില്ലയോ, അതോ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലയോ, അതോ ലോൺ കെട്ടാൻ നിവൃത്തിയില്ലയോ, അതോ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയോ, ഏത് വിഷയമായാലും തലമുറയെ നോക്കി ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്, ഞാൻ നിന്നെ വഴി നടത്തുന്ന കർത്താവാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. വിളിച്ചിട്ട് വഴിയിട്ട് പോകുന്ന ദൈവമല്ല. ആരെങ്കിലും ദൈവത്തെ അറിയാത്തവരോ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജാതികമായി ആയിരിക്കുന്ന സഹോദരങ്ങളോ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ തലമുറയെ ദൈവം മാനിക്കും. തലമുറയെ നോക്കി ഇവൻ ഒരിക്കലും ഒരു ഗുണം പിടിക്കത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരുടെ മധ്യത്തിൽ നിന്നെ മാനിക്കുവാൻ ശക്തൻ. നിന്റെ തലമുറ കള്ളുകുടിയനാണോ, അതോ നിന്റെ തലമുറ കൂട്ടുകെട്ടിനാൽ ഇടമനകടകൾ പ്രൗഢലാതി കക്ഷക്കടകൾ സന്തക്കടകലാതി നശിച്ചു പോകുന്നു ചിലർ പറയുന്നവരാണ്. അതോ കൂട്ടുകെട്ട് ഇല്ലാത്ത കൂട്ടുകെട്ട് ഒക്കെയും ജീവിതത്തിലുണ്ടോ? എന്നാൽ ദൈവം അവിടുന്ന് മാനിക്കുന്ന കർത്താവാണ്, അതിനെ വിടിപ്പിക്കുന്ന ദൈവമാണ്. ഒരിക്കലും ദൈവം കൈവിടുന്ന ദൈവമല്ല. ആരെയും ദൈവം കൈവിടുന്ന ദൈവമല്ല. വിളിച്ചിട്ട് വഴിയിട്ട് പോകുന്ന ദൈവമല്ല. നശിപ്പിച്ചു കളയുന്ന കർത്താവല്ല. കർത്താവിൻ്റെ ആത്മാവിലും കർത്താവിൻ്റെ വചനത്തിലും കർത്താവിൻ്റെ പ്രാർത്ഥനയിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പൂർണ്ണമായൊരു വിടുതൽ നിനക്ക് തരുന്നതിന് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മദ്യപാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണോ, അതോ വേറെ വഴിയിൽ ജീവിക്കുന്ന ആൾക്കാരാണോ, അവിടുന്ന് എല്ലാം ദൈവം വിടിവിക്കുന്ന ദൈവമാണെന്ന് ദൈവാത്മാവിൽ ബുദ്ധി ഉപദേശിക്കട്ടെ. ദൂത് വിളിച്ചു പറയട്ടെ. ഇടമനഘടകൾ അത് ഞാൻ പ്രവചനാത്മാവിൽ പ്രവചിച്ചു പറയുന്നു. നിന്റെ സന്തതി ദേശത്തെ കൈവശമാക്കും. ഇത് ആളുകളിലെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവം സമ്പന്നനാണ്. ദൈവത്തോട് രായും പകലും നിലവിളിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കൈയുയർത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് അന്യഭാഷയിൽ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഒരിക്കലും ദൈവം കൈവിടത്തില്ല. ദൈവം വഴി തുറക്കുവാൻ ശക്തനായ ദൈവം. നാളെ അറിയുന്ന കർത്താവ്, ഇന്നലെ അറിയുന്ന കർത്താവ്, ഇന്നലെ അറിയുന്ന കർത്താവ്, ഏതൊരു കാര്യത്തെ അറിയുന്ന കർത്താവ്, നമ്മുടെ ദൈവം നമ്മുടെ രക്ഷകനായ നമ്മുടെ കർത്താവാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസം ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിന് ചില പദ്ധതികൾ, ചില പ്ലാനുകൾ നിൻ്റെ കുടുംബത്തെക്കുറിച്ചുണ്ടെന്നുള്ള കാര്യം സഹോദരി സഹോദരൻ നീ മറന്നു പോകരുത്. ഇടമനഘടകൾ പ്രൗഢലാതി അക്ഷലഘടകൾ സന്തൽ കടകലാതി കുഷ്ഠരോഗിയായ മനുഷ്യനെ ദൈവം സൗഖ്യമാക്കിയെങ്കിൽ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് കർത്താവ് സൗഖ്യമാക്കി അവൻ്റെ മുട്ടുകുത്തി അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ വിടുവിച്ചെങ്കിൽ വിടുവിപ്പാൻ രോഗിയായിട്ട് ആരെങ്കിലും എന്നെ കാണുന്നെങ്കിൽ രോഗസൗഖ്യം ദൈവത്തിൻ്റെ ദാനമായിരിക്കാമല്ലോ. രോഗത്തിന്മേൽ പിശാചിന്മേൽ